നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏജിങ് പോലും നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ എത്ര മസിലുണ്ട്, എത്ര ബോണുണ്ട്, എത്ര ഫാറ്റ് ഉണ്ടെന്ന്. അപ്പം നമ്മളുടെ ശരിക്കും ഹ്യൂമൻ ഇതിൽ നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് ഒരു 10-25%. ജെൻസിനാണെങ്കിൽ ഒരു 10-15%, ലേഡീസിനാണെങ്കിൽ ഒരു 15-25% ഫാറ്റാണ് നമുക്ക് പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ലീൻ മസിൽ അല്ലെങ്കിൽ മസിലും ബോണും ആയിരിക്കണം. അപ്പോൾ എത്ര മസിലുണ്ടോ അതാണ് നമ്മുടെ ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിന് ജനറലി അവർ ക്യാൻസർ വരാനുള്ള ഒരു കാരണം തന്നെ മിക്കവാറും നമുക്ക് നമ്മുടെ ജനറലി കണക്കാക്കുന്നത് ഒബേസിറ്റിയും ആൽക്കഹോളും സ്മോക്കിങ്ങും ന്യൂട്രീഷൻ ഇംബാലൻസും ഇല്ലാതെ ഇരുന്നാൽ 33%, അത് 1/3 ഓഫ് ക്യാൻസർ അതിൽ നിന്ന് തന്നെ മാറും. അപ്പോൾ ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് എന്താ? എക്സസ് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുക. ഈ എക്സസ് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ടോക്സിൻസും വരുന്നുണ്ട്. അത് നമ്മുടെ നീർക്കെട്ട് കൂട്ടും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നത്. ഈ എക്സസ് ഫാറ്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യും. അതേസമയത്ത് മസിലും ബോണും കൂടുതലുള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷേ നമ്മൾ മസിലും ബോണും കൂടുതലുണ്ടെങ്കിൽ കറക്റ്റ് ന്യൂട്രീഷൻ ഉണ്ടാകണം, കറക്റ്റ് എക്സസൈസ് ഉണ്ടാകണം. നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴേക്കും മസിൽ പോകും. പിന്നെ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെ മസിൽ സെൽസും ഡാമേജ്ഡ് ആവും. നോർമലായിട്ടുള്ള നമ്മുടെ ക്യാൻസർ സെല്ലിനെ ഇത് ചെയ്യാൻ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എല്ലാ സെൽസിനും അതിൻ്റെ ഇമ്പാക്റ്റ് വരും. അതുകൊണ്ടാണ് ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഛർദിലും വൊമിറ്റിങ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ പലർക്കും ന്യൂറോളജിക്കൽ ഡാമേജ്, ഇപ്പം പരിപ്പ് തരിപ്പ് ഒക്കെ വരാം. ഈവൻ ഈ ടോക്സിൻസും ഇതെല്ലാം കൂടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്. പലരുടെയും സ്കിന്നൊക്കെ കറുത്തു പോകുന്ന പോലെ നമുക്ക് കാണാറുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഇമ്പാക്റ്റാണ്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അവർക്ക് വേണ്ട കറക്റ്റ് ന്യൂട്രീഷനും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള എക്സസൈസ് ചെയ്യിപ്പിക്കാനും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ മാത്രമല്ല, ഇപ്പോൾ വെരി ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാൻസർ പ്രീ ക്ലിനിക്കൽ ഡിറ്റക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനാണ് CA 15.5, പിന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറിന് CA 19.9, CA 125, ഓവറിയൻ ക്യാൻസറിന് PSA, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്, അതുപോലെ സിഫ്ര എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് ലങ് ക്യാൻസറിന്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ വഴി നമുക്ക് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, CRP, ബ്ലഡ് കൗണ്ട് കൂടുക, ESR, ഇതൊക്കെ ഒരു കാര്യമില്ലാതെ കൂടി നിൽക്കുകയാണെങ്കിൽ അവരുടെ ഇൻഫ്ലമേഷൻ ലെവൽ കൂടുതലാണെന്നാണ്. അതിൻ്റെ ഒപ്പം ഓവർ വെയിറ്റോ കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ വെച്ച് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ പ്രിവെൻറ്റീവ് പാർട്ടിൽ തന്നെ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.